ഓം ശാന്തി. ഈ ശരീരത്തിൽ വിരാജമാനായി മസ്തകമധ്യത്തിൽ ഞാൻ ഒരു മിന്നിത്തിളങ്ങുന്ന ജ്യോതിർമയ ആത്മാവാണ്. എൻ്റെ ദിവ്യ സ്വരൂപത്തിൽ പരമാത്മാവിൻ്റെ ഓർമ്മയിൽ ലയിച്ച് ഞാൻ ആത്മാ എൻ്റെ പ്രിയ ശിവപിതാവിനെ ആഹ്വാനം ചെയ്യുന്നു. സ്വയം ജ്ഞാനസൂര്യ ശിവബാബ തൻ്റെ ധാമം വിട്ട് സാകാരവതനത്തിലെത്തുന്നു. ഞാൻ അനുഭവം ചെയ്യുകയാണ്. സ്വയം ജ്ഞാനസൂര്യ പരമാത്മാ എൻ്റെ പ്രിയ ശിവപിത എൻ്റെ മുകളിൽ സ്ഥിതമായിരിക്കുന്നു. ബാബയുടെ ഛത്രഛായ ഞാൻ സ്പഷ്ടമായി അനുഭൂതി ചെയ്യുന്നു. ബാബയുടെ സർവശക്തികളുടെയും കിരണങ്ങൾ എന്നിലേക്ക് എത്തുന്നു. എനിക്കു ചുറ്റും ശക്തിശാലി ഓറ നിർമ്മിക്കപ്പെടുകയാണ്. എൻ്റെ ഓറ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ദേഹത്തിൻ്റെയും ദേഹത്തിൻ്റെ സംബന്ധങ്ങളുടെയും ലോകത്തിൻ്റെയും ആകർഷണങ്ങളിൽ നിന്നും മുക്തമാകുന്നു. ഞാൻ ജ്ഞാനചിതയിലിരിക്കുന്നതായി അനുഭവം ചെയ്യുന്നു. യോഗാഗ്നിയിലൂടെ എൻ്റെ മുഴുവൻ സ്വഭാവ സംസ്കാരങ്ങളും കത്തിഭസ്മമാകുന്നു, സമാപ്തമാകുന്നു. പഴയ ജന്മത്തിൻ്റെ സർവ പഴയ കാര്യങ്ങളും ഇപ്പോൾ സമാപ്തമായി കഴിഞ്ഞിരിക്കുന്നു. ഈശ്വരീയ മടിയിൽ ഞാൻ ആത്മാവിന് പുതിയ ജന്മമുണ്ടായിരിക്കുന്നു. ഇതെൻ്റെ മറുജീവ ജന്മമാണ്. ഞാൻ ആത്മീയ മാതൃപിതാവിൻ്റേതായിരിക്കുന്നു. മിത്രസംബന്ധികളിൽ നിന്നും പഴയ ലോകത്തിൽ നിന്നും ജീവിച്ചിരിക്കെ മരിച്ചിരിക്കുന്നു. ദേഹബന്ധനത്തിൽ നിന്നും ദേഹത്തിൻ്റെ സംബന്ധങ്ങളുടെയും സമ്പൂർണ്ണ ത്യാഗം ചെയ്തിരിക്കുന്നു. പഴയ സംസ്കാരം എന്നിലില്ലാതായിരിക്കുന്നു. ഈ മറുജീവജന്മത്തിൽ എൻ്റെ സങ്കല്പങ്ങളുടെ രേഖകൾ നേരെയാണ്, സ്പഷ്ടമാണ്. കർമ്മരേഖകൾ ശ്രേഷ്ഠമാണ്, ക്ലിയറാണ്, നിർവിഘ്നമാണ്.
എൻ്റെ ഈ മറുജീവജന്മത്തിൻ്റെ ജന്മപത്രിയിൽ എൻ്റെ പുരുഷാർത്ഥത്തിൻ്റെ രാശി മഹാരഥിയുടേതാണ്. ഇപ്പോൾ ഏതൊരു ദേഹത്തിൻ്റെ പരിതസ്ഥിതിയും ഞാൻ അജൽ അഡോളാത്മാവിൻ്റെ ബുദ്ധിരൂപി പാദം ഇളക്കാൻ സാധ്യമല്ല. സമ്പൂർണ്ണ സ്റ്റേജിൽ സ്ഥിതി ചെയ്യുന്നു. അതിരാവിലെ എഴുന്നേറ്റ് ദേഹി അഭിമാനിയായിരിക്കാനുള്ള അഭ്യാസം ചെയ്യുന്നു. നിരന്തരം ഒരു ബാബയുടെയും 84ന്റെ ചക്രത്തെയും മാത്രം ഓർമ്മിക്കുന്നു. ഞാൻ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചു കഴിഞ്ഞു. ദേഹാഭിമാനം ഉപേക്ഷിച്ചു. ആത്മാവ് പവിത്രമായാൽ സ്വതവേ തന്നെ ശരീരം വിട്ടുപോകും. ഞാൻ ജീവിച്ചിരിക്കെ ഈ പഴയ ശരീരത്തിൽ നിന്നും പഴയ ലോകത്തിൽ നിന്നും മരിച്ചിരിക്കുകയാണ്. ഞാൻ ആത്മാവാണ്, ശരീരമില്ല. ഇത് ഞാൻ ഉറപ്പാക്കുന്നു. ബാബ, ഞാൻ അങ്ങയുടേതായിരിക്കുകയാണ്. ജീവിച്ചിരിക്കെ തന്നെ മരിച്ചു കഴിഞ്ഞു. ബാബയുടെ നിർദ്ദേശമാണ്, പിതാവായ എന്നെ ഓർമ്മിക്കൂ. എങ്കിൽ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി മാറും. ഞാൻ ആത്മാഭിമാനിയായി മാറുന്നു. എനിക്ക് പഴയ ശരീരം ഉപേക്ഷിച്ച് പുതിയതെടുക്കണം. ആത്മാവും പരമാത്മാവും ഒരുപോലെയാണ്. എന്നാൽ പരമാത്മാവിനെ സുപ്രീം എന്ന് വിളിക്കുന്നു. ബാബ വന്ന് ആത്മാഭിമാനിയാക്കുന്നു. ഇതിൽ തന്നെയാണ് പരിശ്രമം. ബാബ പറയുന്നു, ബാബയെ മാത്രം ഓർമ്മിക്കൂ. ഇതിൽ വളരെ നല്ല അഭ്യാസം ആവശ്യമാണ്. ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് ദേഹി അഭിമാനിയാകാനുള്ള അഭ്യാസം ചെയ്യുന്നു. ഇത് പതിത സദോ പ്രധാന ലോകമാണ്. ഞാനിപ്പോൾ പരിധിയില്ലാത്ത ബാബയുടെ അടുത്താണ്. മംഗളകാരി ശിവബാബ വന്ന് നരകത്തെ സ്വർഗമാക്കുന്നു. നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴും പരസ്പരം ജാഗ്രത പാലിക്കണം. മന്മനാഭവ. രാവണനാകുന്ന ശത്രുവാണ് എൻ്റെ ബുദ്ധിയിൽ കയറിയിരിക്കുന്നത്. ഇത് വിഘ്നമുണ്ടാക്കുന്നു. നിരന്തരം സ്മൃതി ഉണർത്തുന്നു. ഏതൊരു ബാബയാണോ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നത്, ആ ബാബയെ ഞാൻ ഓർമ്മിക്കുന്നു. ഒരു ബാബയെ അല്ലാതെ മറ്റാരെയും ഓർമ്മിക്കുന്നില്ല. ഈ ഡ്രാമയിൽ നിന്നും ഒരഭിനേതാവിനും മാറി നിൽക്കാൻ സാധ്യമല്ല. ഒരു ബാബയെ മാത്രം ഞാൻ ഓർമ്മിക്കുന്നു. കണ്ടുകൊണ്ടും മറ്റൊന്നും
ഓർമ്മിക്കാതിരിക്കുന്നു. ഈ പഴയ ലോകം നശിക്കാൻ പോകുകയാണ്. ഭഗവാൻ വന്ന് പുതിയ ലോകത്തേക്ക് രാജയോഗം പഠിപ്പിക്കുന്നു. ബാബ ഏതാണോ ശ്രീമതം നൽകുന്നത് അതിലൂടെ നടക്കണം. ബാബ കുട്ടികളോട് ആത്മീയ സംഭാഷണം നടത്തുന്നു. ബാബയിൽ നിന്നും ആശീർവാദങ്ങൾ യാചിക്കുന്നതിനു പകരം ഓർമ്മയുടെ യാത്രയിലിരുന്ന് തൻ്റെ കർമ്മക്കണക്കുകൾ അവസാനിപ്പിക്കുന്നു. പാവനമാകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യുന്നു. ഈ ഡ്രാമയെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുന്നു. പഴയ ലോകത്തെ കണ്ടുകൊണ്ട് ഓർമ്മിക്കാതിരിക്കുന്നു. സദാ ഹർഷിതമായിരിക്കുന്നു. ബാബ വരദാനം നൽകിയിരിക്കുന്നു. സത്യമായ ട്രസ്റ്റി മായാജീത്തായി ഭവിക്കൂ. ഞാൻ ഗൃഹസ്ഥത്തിലിരുന്നു കൊണ്ടും എൻ്റേതെന്ന ഭാവത്തെ ത്യാഗം ചെയ്യുന്നു. ഞാൻ എന്ന ഭാവത്തിലൂടെ മായ ജന്മമെടുക്കുന്നു. സ്വയത്തെ സദാ ട്രസ്റ്റിയാണെന്ന് മനസ്സിലാക്കുന്നു. മായ ജീത്താകുന്നു. ഗൃഹസ്ഥിയുടെ ഓർമ്മയിലാണെങ്കിൽ മായ വരുന്നു. സൂക്ഷിപ്പുകാരൻ എന്ന് മനസ്സിലാക്കുമ്പോൾ യാതൊന്നിലും മമതയുണ്ടാവില്ല. സൂക്ഷിപ്പുകാരനെന്ന് മനസ്സിലാക്കുമ്പോൾ മായ ഓടിപ്പോകുന്നു. അതിനാൽ വേറിട്ടിരുന്ന് ഗൃഹസ്ഥത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ മായ പ്രൂഫാകാൻ സാധിക്കുന്നു. എവിടെ അഭിമാനമുണ്ടാകുന്നുവോ അവിടെ അപമാനത്തിൻ്റെ ഫീലിംഗ് തീർച്ചയായും വരും. ഓം ശാന്തി.